ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ കാത്ത് കാത്ത് നിന്ന ആ ഒരു ദിവസം അങ്ങ് വന്നെത്തിയിട്ട് എൻ്റെ കുഞ്ഞിയുടെ മാമോദീസ. ഞങ്ങളിത് വെക്കേഷന് വരുന്നതിന് മുന്നേ തന്നെ കുറേ തീരുമാനങ്ങൾ എടുത്തതാണ്. അതായത് കുഞ്ഞിയുടെ മാമോദീസ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഈ ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തതാണ്. അപ്പൊ ഇന്നെന്ന് പറയുന്നത് കുഞ്ഞിയുടെ ഫോട്ടോഷൂട്ടാട്ടോ. അതായത് നമ്മളെ മാമോദീസയുടെ അന്ന് ഫ്ലെക്സ് വെക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ക്രാങ്കി ആയിരിക്കുന്നു, കരച്ചിലായിരിക്കുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആളെ കൊണ്ട് ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ ആ ഷൂ ഇട്ട് ആ മണ്ണിലിട്ട് ഉരയ്ക്കുന്നത് മാത്രമാണ് എനിക്കൊന്നും പിടിക്കാണ്ടിരുന്നത്. കാരണം മണ്ണാവായിരുന്നു. അപ്പൊ അത് എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്, എനിക്ക് മാത്രമുള്ളതല്ല. അങ്ങനെ ആ ഡ്രസ്സും കൂടി എന്താ പറയാ മണ്ണാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമോദീസ ആണെങ്കിലും കുറച്ചൊന്ന് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി വേറെ ഫംഗ്ഷനൊന്നും നമ്മുടെ വീട്ടിൽ വരാനില്ല. ഇനി പിള്ളേരൊക്കെ വലുതായിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ കുഞ്ഞിയുടെ മാമോദീസ ഒന്ന് ചെറിയ തോതിലൊന്ന് ഞങ്ങൾ അങ്ങനെ ഗ്രാൻഡാക്കി, അത്രേ ഉള്ളൂ. അങ്ങനെ മാല ബൾബ് ഇട്ടു. പിന്നീട് മീൻസ് ഞങ്ങൾ തലേന്ന് തന്നെ എല്ലാ റിലേറ്റീവ്സിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതായത് നമ്മൾ ചോറ് വെക്കണല്ലോ, ചോറ് വെക്കുമ്പോൾ പുറത്ത് വെക്കാന്ന് വിചാരിച്ചു. വലിയ കലത്തിൽ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഏത് നേരം അതായത് ഇങ്ങനെ കുറച്ച് കുറച്ച് വെക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ഒരു കലത്തിൽ അങ്ങ് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി പുറത്ത് സെറ്റപ്പ് തന്നെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളും എല്ലാനും ഞങ്ങൾ ഇട്ടു. എന്താ പറയാ, കാണാൻ തന്നെ ഒരു രസമായിരുന്നു. നമുക്ക് മനസ്സിൽ തന്നെ അതിന്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മീൻ കറി വെക്കണായിരുന്നു. അപ്പൊ നമ്മള് തലേന്ന് വെക്കുമ്പോഴാണ് ആ മീൻ കറിയുടെ ടേസ്റ്റ് കൂടാ എന്നാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മച്ചി ഇങ്ങനെ മീൻ കറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും അമ്മച്ചി ആയാലും കുറച്ച് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ നിൽക്കും. പിന്നെ നിങ്ങൾ ചോദിക്കരുത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു ഹെൽപ്പ് അല്ലേ. ഇങ്ങനെ വർത്തമാനത്തിന്റെ ഇടയിൽ ഇങ്ങനെ അമ്മച്ചി പറയാണ്, മീൻ കറി ഇങ്ങനെ വെക്കണം, ഇന്നതൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിയുടെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാട്ടാ. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരികയാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പൊക്കി പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നത്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അമ്മച്ചി. ആ ഒരു കാര്യത്തിൽ അമ്മച്ചി പുലിയാണ്. അപ്പം അങ്ങനെ കാലത്ത്, അതായത് മാമോദീസയുടെ തലേന്ന് ചോറ് വെക്കാനായിട്ട് നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ തന്നെ നമ്മൾ ചോറ് വെക്കാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ആൾക്കാരൊക്കെ വരും. പിന്നെ വീട്ടിലാകെ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ നമുക്ക് ഈ ഫുഡ് ഇതിനോടുള്ള എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കാനായിട്ട്. അപ്പം നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പം അതിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ തുടങ്ങി. അപ്പം അങ്ങനെ ചിക്കനും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി അമ്മച്ചി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഞാനും അമ്മച്ചിയും കൂടി എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഫൈനലി ഇതാ ഓരോ മെമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർത്താനം പറയുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഫുള്ള് ജോളിയാണ്. ചക്ക, എൻ്റെ ജോകൂട്ടൻ എന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ചക്കയും കാര്യങ്ങളൊക്കെ തിന്നാൻ പറ്റുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടിപ്പട്ടാളങ്ങളുടെ മേളം തന്നെയായിരുന്നു വീട്ടില്, സംസാരവും കളിയും ചിരിയും ഒക്കെ ആയിട്ട്.
ഇതാണ് നമ്മുടെ കിഴക്കനോടൻ ഫാമിലി. ഇപ്പൊ ഞാനിപ്പോ കിഴക്കനോടനാണല്ലോ. ഇതാണ് എൻ്റെ കിഴക്കനോടൻ ഫാമിലി. ഫുൾ നിരന്നിരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മിസ്സിങ് ആണ്. പഠിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പൊ കുറച്ചൊക്കെ മിസ്സിങ് ആണ് അതില്. തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു കല്യാണ ഫീൽ ആയിരുന്നു. തലേ ദിവസത്തെ കല്യാണ ഫീൽ ഇല്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ മാമോദീസയുടെ തലേ ദിവസം. എന്തായാലും ഫുള്ളി എൻജോയ്മെന്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങള്. ആന്റണി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാക്കിൽ ഇതിനകപ്പെടുന്നു. ഇപ്പോഴും സർവ്വജീവനാം കർത്താവേ, ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ജലത്താൽ സ്നാനപ്പെടുന്നവരെ രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിൽ മാനോത്രിക്കപ്പെട്ട് കുഞ്ഞിനെ മാമോദീസ മുഖ്യ അപ്പൊ തൊട്ട് തുടങ്ങിയ ഒരു കരച്ചിലാണ്. പിന്നെ ആ കരച്ചിൽ നിന്നിട്ടേ ഇല്ല. ഫുള്ള് പ്രാർത്ഥന കഴിയണ വരെ, അതായത് പള്ളിയിൽ നിക്കണ വരെ ഫുള്ള് കരച്ചിലായിരുന്നു ആശാൻ. അച്ഛൻ പിന്നെ പാവമായതുകൊണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ല. പക്ഷെ ചില അച്ഛന്മാര് എന്താ പറയാ, പള്ളിയിൽ ഒച്ചിമ്പേളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛന്മാര് പറയണ ടീംസ് ഉണ്ട്. പക്ഷെ ഈ അച്ഛൻ പാവമായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യം. I just can't believe how time flies, and I have to thank God for giving me and my family another blessing. First one is of course you. I also have to thank two persons I used to thank, and that is my parents for the love, support, and for giving me my Laddu as the best gift. Last but not the least, I have to thank my grandparents, my mamas, for supporting and prayers for my own family. So now, let's capture some magical moments. Let's create happy memories and surround ourselves with laughter and friendship as we celebrate this special occasion. Have fun and thank you all for joining us.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോയിൽ. കാരണം വീഡിയോ അതായത് വ്ളോഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെ തിരക്കിലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും താങ്ക്സ് ടു മൈ കസിൻ ജുബിൻ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവൻ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം. താങ്ക് യു ആൻഡ് ബൈ ബൈ.